ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സൗഹൃദത്തിലാണ്. പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഇഷ്ടമുണ്ടോ എന്ന് ആൺകുട്ടിക്കൊരു സംശയം. ഇവനാണെങ്കിൽ തിരിച്ച് നല്ല സ്നേഹമുണ്ട്, പക്ഷേ പ്രേമം തുറന്നു പറയാനുള്ള ധൈര്യമില്ല. ഇവർ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പോൾ പ്രേമം തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഇവനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവനത് പറ്റുന്നില്ല. പിന്നെ ആ പെൺകുട്ടി ഒരു ഇഷ്ടക്കേടാണോ പ്രകടിപ്പിക്കുന്നതെന്ന് സംശയം തോന്നുമ്പോൾ കൂട്ടുകാരും ഇവനും കൂടി ചെയ്തു കൂട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയേ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു കഥയില്ലേ, അതിലെന്തൊക്കെയാണോ സംഭവിക്കുക അതൊക്കെ തന്നെ ഒരു സിനിമയായി മുഴുവനും ഇരുന്ന് കണ്ടിട്ടാണ് വരുന്നത്. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സിനിമയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിഭീകര കാമുകൻ എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ലുക്മാൻ അവറാനും ദൃശ്യ രഘുനാഥും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് CC നിതിനും ഗൗതം താനിയിലും കൂടി ചേർന്ന് സംവിധാനം ചെയ്തിട്ടുള്ള സുജയ് മോഹൻരാജ് തിരക്കഥ എഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണിത്. ബിപിൻ അശോകാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ശ്രീറാം ചന്ദ്രശേഖരനാണ് ഇതിന്റെ DOP. അജീഷ് ആനന്ദാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഓക്കേഷ് പടം എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഗുഡാണല്ലോ എന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്തെ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഒരു പക്ഷേ നമ്മൾ അൺലേൺ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ സിനിമയിൽ വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ കുറച്ച് മുമ്പേ എഴുതപ്പെട്ടിട്ടുള്ള ഒരു തിരക്കഥയാണ്. അവിടെ തന്നെയാണ് അവരിതിലൊരു വലിയ അപ്ഡേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ആസിഡ് ഒഴിച്ചും കത്തിക്കുത്ത് നടത്തിയും വെടിവെച്ച് കൊന്നും ഒക്കെ ഈ പ്രണയം അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്ന, പ്രണയം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അത്തരം വാർത്തകൾ നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ആശ്വാസകരമായ പ്രണയകഥയാണ്. കഥയെക്കുറിച്ച് സ്പോയിലർ ആവാത്ത, ഇതിൻ്റെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ മാത്രം സാധ്യതയുള്ള കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. അർജുൻ എന്ന് പറയുന്ന യുവാവ്, അവൻ +2 കഴിഞ്ഞു. അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ അടുത്ത് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ജോലിയൊക്കെ കിട്ടും, അതുവരെ ഞാനിങ്ങനെ കളിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 വർഷത്തോളം കളിച്ച് നടക്കുകയാണ്. ഡിഗ്രിക്ക് ചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിൻ്റെ പേര് കേട്ടാൽ പോലും മനസ്സിലാവാത്ത അത്രയും വിവരമില്ലാത്ത ഒരു പാവമായിട്ടുള്ള അമ്മയായിട്ടാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ഇവൻ എങ്ങനെയാണ് +2 വരെ പഠിച്ചതെന്നുള്ളത് എനിക്ക് സംശയം തോന്നുന്നുണ്ടായിരുന്നു. ഒരുപാട് ലോജിക്കൽ ഇഷ്യൂസ് എനിക്ക് സിനിമയിൽ പലയിടത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. വെളുപ്പാങ്കാലം 3 മണി 2 മണി സമയത്തൊക്കെ ഹൈ റേഞ്ചിൽ ജാക്കറ്റും ഹെൽമറ്റും ഒന്നും ഇല്ലാതെ ബൈക്ക് ഓടിച്ച് പോകുന്ന കോളേജ് പിള്ളേരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ള. ഒരു മലയുടെ മുകളിൽ പറയാൻ പറ്റില്ല, സ്കിന്നിൽ ഇൻസൈഡ് ഇവർക്ക് വല്ല ജാക്കറ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അപ്പോൾ +2 കഴിഞ്ഞ് 6 വർഷമായിട്ട് വേറെ പണിക്കൊന്നും പോകാതെ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന അവനെ ഒരു മാഷും കൂടി നിർബന്ധിച്ച് ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്നു. ആ ക്ലാസ്സിൽ വെച്ച് അവനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവളുടെ സൗഹൃദം അവൻ പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പിന്നീടുള്ളതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. സിനിമയുടെ തുടക്കം മുതലേ തന്നെ വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീനുകളാണ്. ഞാൻ ഈ വാക്കുകൾ രണ്ടും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം കോമഡികൾ പോലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നായകൻ വലിയ കാര്യമായിട്ട് ക്രിക്കറ്റ് ബാറ്റൊക്കെ എടുത്ത് പിള്ളേരുടെ കൂടെ കളിക്കാൻ ഇറങ്ങുമ്പോഴേ നമുക്കറിയാം അവൻ ഫസ്റ്റ് ബോൾ ഡക്ക് പോകാനുള്ളതാണ്. അമ്മാതിരി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിതങ്ങ് മനസ്സിലായി. ഇത് എത്രയോ സിനിമകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോമഡിയാണെന്ന് വിചാരിച്ച് ചിരിക്കണോ എന്നൊക്കെ എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടും സിനിമയിലെ തമാശകളുടെ ഒരു നിലവാരം ഏകദേശം അങ്ങനെയാണ്. പക്ഷേ ചിരിക്കാനുള്ള കുഞ്ഞു എന്ന് വെച്ചാൽ ഈ പറയുന്നതിൽ നിന്ന് കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന, നമ്മളെ ചിരിപ്പിക്കുന്ന കുറച്ച് കോമഡി രംഗങ്ങളായിരുന്നു ഒരു ആശ്വാസം. ഞാൻ പതിവ് പോലെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതൊരു നെഗറ്റീവാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പാട്ടുകൾ തരക്കേടില്ലാത്തായിരുന്നു. എന്ന് വെച്ചാൽ ഈ സിനിമ ആസച്ച് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം രസമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇവരുടെ ഒരു പ്രണയം, ഇവൻ്റെ സങ്കടമൊക്കെ വരുന്ന സമയത്തുള്ള ആ മ്യൂസിക് ബിറ്റൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മ്യൂസിക് ഒരു നല്ല രീതിയിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ്. മറ്റൊന്ന് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. ഇങ്ങനൊരു സിനിമയ്ക്ക് എങ്ങനെ പരമാവധി അവർക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റുമോ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് അമ്മ സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അമ്മ സെൻറ്റിമെൻറ്റ്സ് വാസ് നൈസ്. പക്ഷേ അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നത്, അമ്മയെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് എനിക്കെന്തോ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അതുവരെയുള്ള അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നീട് അവരെ കാണിച്ചു വെക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കൊരു മാച്ച് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പെർഫോമൻസ് വൈസ് അവർ നന്നായിരുന്നു. ആ ക്യാരക്ടറിനോട് മകൻ കാണിക്കുന്ന, വൈകിയാണെങ്കിലും അവൻ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നി. അത് പറയുമ്പോൾ പ്രകടനങ്ങളും തരക്കേടില്ലായിരുന്നു എന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ദൃശ്യ രഘുനാഥ് അവർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അവർക്ക് അത് ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. കാരണം വളരെ സീരിയസ് ആയിട്ട് നായകനോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തിനേക്കാൾ കൂടുതൽ നായകൻ്റെ റിയാക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. മോശമാക്കിയെന്നല്ല, പക്ഷേ ആ ഒരു സ്കെയിലിൽ ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിൽ അത്രേ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് വലിയ കുഴപ്പമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. നായക കഥാപാത്രമാണെങ്കിലും ലുക്മാനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള അതൊക്കെ തന്നെയുള്ളൂ. അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ, അവരെ നമ്മൾ സ്ക്രീനിൽ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ എന്താണോ ഇതുപോലൊരു നായകൻ്റെ കൂട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല. പക്ഷേ കിട്ടിയത് അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഈ സൗഹൃദം പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ക്ലീശയാണ്. അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട്, അതായത് 2 ഗോളികൾ മാത്രമുള്ള ഒരു ഫുട്ബോൾ മാച്ചിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടുന്ന പോലെയാണ്.
പോലെയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പ്രണയം പറയാൻ പോകുന്നതും നടക്കുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ പോകാൻ പോകുന്നതും നടക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും, ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ഒരു വെറൈറ്റിയോ ഒരു നമുക്കിഷ്ടം തോന്നുന്നൊരു ഫാക്ടറോ എക്സൈറ്റ്മെൻറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ കിട്ടിയില്ല. മാത്രമല്ല ഇവർ ഈ നായികയ്ക്ക് ഗിൽറ്റ് കൊടുത്തിട്ടുള്ള പ്രേമമുണ്ടല്ലോ, അതായത് നായകന് ഇഷ്ടമുണ്ട്, ശരി സമ്മതിച്ചു, അവനൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, നായികയ്ക്ക് ഇഷ്ടമില്ല, അവൾക്ക് ഇഷ്ടമില്ല, കഴിഞ്ഞില്ല, അതിൽ വേറെ ചോദിക്കലും പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നീ അവനോട് അങ്ങനെ ചെയ്തല്ലോ, എടി നീ അവനോട് അങ്ങനെ ചെയ്യില്ല, നീ വിളിക്കല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടുകാരും നാട്ടുകാരും മുഴുവൻ നീ പെൺകുട്ടിക്ക് ഗിൽറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവൾ ഇവനെ പ്രണയിക്കാത്തത് എന്തോ മഹാപരാധം ഇവൾ ചെയ്തതുപോലെ, ഇവൾ കാരണം അവൻ്റെ ജീവിതം നശിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇതിനെ ചിത്രീകരിച്ച് ഈ നായികയെ ഇങ്ങനെ ഭയങ്കര ഗിൽറ്റിലേക്ക് കൊണ്ട് തള്ളിയിടുന്ന പോലത്തെ ആ പരിപാടി ഉണ്ടല്ലോ, അത് സിനിമയിൽ ഉടനീളം കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇതിനൊരു മാറ്റം വരുന്നില്ലേ. ഇതിൻ്റെ കൂടെ നായകൻ്റെ കുടിയാണ്. സിനിമ തുടങ്ങുമ്പോൾ തൊട്ടൊരു കുടിയുണ്ട്, പിന്നെ അങ്ങോട്ട് കുടിയോടുകൂടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ച് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിയുമ്പോൾ നീ കുടിച്ച് ചാവുന്നതാണ് നല്ലത് നമുക്ക് പറയാൻ തോന്നുന്നത് പോലെ. വെച്ചാൽ അങ്ങനെയൊന്നും നമ്മൾ ഒരാളോട് പറയാൻ പാടില്ല. എല്ലാവർക്കും തിരിച്ചു വരാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും നന്നായി ജീവിക്കാനുമുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ നമ്മുടെ നായകൻ്റെ കുടി കാണുന്ന സമയത്ത് അവൻ എന്തൊരു പെയിൻ്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും അത്രയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് ഇവനൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. സൈക്യാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും ഒന്നും ഇങ്ങനെ സിനിമയിൽ കാണിച്ച് വെക്കല്ലേ. പല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് കയ്യും വിട്ട് കഴിയുമ്പോൾ അവരുടെ അവസാന ആശ്വാസമായിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുകളും എന്ന് പറയുന്നത്. ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് നമ്മൾ പോയില്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും കൊണ്ടുപോകും. പക്ഷേ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒന്നും അങ്ങനെയല്ല, നമ്മളായിട്ട് പോകേണ്ടതാണ്. അങ്ങനെ മനസ്സൊരുക്കി പോകാൻ കാത്തിരിക്കുന്ന എത്രയോ ആളുകളുടെ മുമ്പിലേക്കാണ് ഈ സോഹൻ സീനുലാലിൻ്റെ ഓവർ ആക്ടിങ് കൊണ്ട് നശിപ്പിച്ച് കുളമാക്കിയിട്ടുള്ളൊരു സൈക്യാട്രിസ്റ്റിനെ നിങ്ങൾ ഈ സിനിമയിൽ കാണിച്ചത്. അങ്ങനെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ചിത്രീകരിച്ച് വെക്കരുത് പ്ലീസ്. ചിലപ്പോൾ വിവരമില്ലാത്തവർ പല സ്ഥലത്തും കോട്ട് സൂട്ടും ഒക്കെ ഇട്ടിരിപ്പുണ്ടാവും. അതിൻ്റെ അർത്ഥം ആ സെഗ്മെൻറ്റിനെ ഇത്രയും മോശമായിട്ട് അവതരിപ്പിക്കരുത്. ഒരുപാട് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ സിനിമയുടെ അവസാനം അവർ കൊടുത്തൊരു മെസ്സേജിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതായത് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ അമ്മക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരന് വേണ്ടി ജീവിക്കുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണ്ടേ? നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? നിങ്ങളുടെ മാനസികാരോഗ്യം, മാനസികമായിട്ടുള്ള സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരു മനുഷ്യനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ല. അല്ലാതെ ബാക്കി ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാൾക്ക് വേണ്ടി നീ ജീവിക്കുക, അപ്പോൾ ആ ആൾ തട്ടിപ്പോയി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ആൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ നിരാശയിലേക്കും കടുത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. ഒരാളെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാൾക്ക് വേണ്ടി ജീവിക്കൂ എന്നൊരു മനുഷ്യനോട് പറയരുത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ എന്നാണ് പറയേണ്ടതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഇതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. എന്നെ സംബന്ധിച്ച് സിനിമ ഒരു രസകരമായ എന്ന് പറയാവുന്ന അതിൻ്റെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ലതാണ്. കുറച്ച് തമാശകളും കാര്യങ്ങളും അവിടെ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അമ്മ സെൻറ്റിമെൻസും സാധനങ്ങളൊക്കെ ആയിട്ട് വലിയ തരക്കേടില്ലാതെ പോകുമായിരുന്നു. പക്ഷേ എനിക്ക് യോജിക്കാൻ പറ്റാത്ത, എനിക്ക് വിയോജിപ്പുള്ള ഇത്രയും ഘടകങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഇതിനേക്കാളൊക്കെ മോശമായി എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഫാമിലി മൊത്തമായി തിയേറ്ററിൽ കയറി ഇരുന്നിട്ട് കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു. ഏരീസ് പ്ലക്സിൽ OD4 വൈകുന്നേരം 6:30 ഷോയ്ക്ക് കയറിയിട്ടുള്ള G സീരീസിലുള്ള സീറ്റിലിരുന്നിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ, കാരണം ആ സീരീസിൽ ഞാനല്ലാതെ ഈ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ ഫാമിലി ആമ്പിള്ളേരും പെമ്പിള്ളേരും വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്ത് പറയാനാണ് നിങ്ങളോടൊക്കെ. ബാക്കിയുള്ളവൻ്റെ ആസ്വാദനം കൂടി നശിപ്പിച്ച് വേറൊന്നുമില്ല, നിങ്ങളുടെ ആത്മകഥമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വിടല്ലേ എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു അതിഭീകര കാമുകനിൽ നിന്ന് അതിഭീകരമായ മറ്റൊരു കാര്യത്തിലേക്ക്. ഇത് രണ്ടും ഭീകരതയാണ്, സിനിമയുടെ കോറായിട്ടുള്ളൊരു സാധനമാണ്. അത് ഞാൻ സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഇത് രണ്ടും ഭീകരമാണ്. നിങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ബാക്കിയെല്ലാം ഭീകരം തന്നെയാണ് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് വരുമ്പോൾ. ആദ്യം അവനവനെ സ്നേഹിക്കുക, അവനവന് വേണ്ടി ജീവിക്കുക, അവനവൻ്റെ സന്തോഷം കണ്ടെത്തുക, എന്നാലേ നമുക്ക് ഈ സാധനം പുറത്തേക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ കാമുകൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ പ്രണയത്തിൻ്റെ ഏതോ ഒരു തലത്തിലേക്കൊക്കെ അതിനെ നോക്കി കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ അവരുടെ എഫേർട്ട് ഉണ്ട്. ഈ സിനിമ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത, ബോറടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടല്ല, ആശയപരമായുള്ള വിയോജിപ്പുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. കൂടുതൽ മികച്ച സിനിമകളുമായി, കൂടുതൽ ഗംഭീര സിനിമകളുമായി ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വരാൻ സാധിക്കട്ടെ. അഭിനേതാക്കൾക്കും ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനും ഒക്കെ ഇനിയും ഗംഭീരമായ അവരുടെ ഔട്ട്പുട്ടുകൾ മറ്റു സിനിമകൾക്ക് തരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാനാണ്. കാരണം
ഇതൊരു മോശം സിനിമയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരുപാട് ആശയങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് അതിൻ്റെ ഒരു സെൻസിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.